അപ്പോൾ ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ മുട്ടക്കറിയാണ്. ഹലോ, ഇന്ന് നമ്മൾ ഒരു മുട്ട വെച്ച് ഉള്ള ഒരു റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: സവാള വേണം, സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം. തക്കാളിക്ക് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പെരിഞ്ചീരകവും തക്കോലവുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മുട്ട ഇവിടെ ബോയിൽ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. നല്ലപോലെ വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് മസാല തയ്യാറാക്കാം. ആദ്യമായിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് തക്കോലവും പെരിഞ്ചീരകവും ചേർത്ത് കൊടുക്കാം. തക്കോലവും പെരിഞ്ചീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് ചെറുതായി പൊടിച്ചെടുക്കാം. ഇത് ഇവിടെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു. ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ച് എടുക്കാം. പച്ചമുളക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. അരച്ചെടുത്ത് വെച്ചു. ഇനി നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. നല്ലപോലെ വഴണ്ട് വരട്ടെ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് ഇതിനെ വഴറ്റിയെടുക്കണം. അടച്ചു വയ്ക്കാം നമുക്ക്. സവാള ഇവിടെ വഴണ്ട് വരുന്നുണ്ട്. ഇതിലേക്ക് തക്കാളിക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിക്ക് അരച്ചത് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇതിനെ വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് പച്ചമണം മാറുന്ന വരെ നല്ലപോലെ വേവിച്ചെടുക്കാം. ഇത് ഇവിടെ പച്ചമണമെല്ലാം മാറി നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികളിൽ ആവശ്യമായത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഒരു ശകലം മുളക് പൊടി എന്നിവയാണ്. നന്നായി ഇളക്കി യോജിപ്പിക്കാം നമുക്ക്. നല്ലപോലെ വെന്ത് വരട്ടെ. മസാലയെല്ലാം നല്ലപോലെ പിടിക്കട്ടെ. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് വയ്ക്കുക. അപ്പോൾ ഇത് ഇവിടെ നിന്ന് തയ്യാറാകട്ടെ. അപ്പോഴേക്കും മുട്ട നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നടുക്ക് കട്ട് ചെയ്തെടുക്കാം. മുട്ട കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാത്രം ഇത് ചൂടായിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് വേണ്ടത് കുരുമുളക് പൊടിയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പ് ചേർക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ലോ ഫ്ലെയിമിൽ വെക്കണം. ഇതിലേക്ക് നമ്മുടെ മുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ചെറിയ ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാ മുട്ട കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് മറുവശം ഇട്ട് കൊടുക്കാവുന്നതാണ്. മറുവശം ഇട്ട് കൊടുത്തിട്ടുണ്ട്.
മറുവശം കൂടി ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇതിവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മസാല തയ്യാറായോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം. നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഉപ്പ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തു. തിളയ്ക്കുകയാണ്, തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട വറുത്തത് ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ഓരോന്നായി ചേർത്ത് കൊടുക്കുക. ശേഷം ഇത് മസാല വെച്ച് കവർ ചെയ്യാം. നമുക്ക് മസാല വെച്ച് കവർ ചെയ്യുക. 5 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം. ഇതിലേക്ക് അവസാനമായിട്ട് നമ്മുടെ കുരുമുളക് വിതറി കൊടുക്കാം. വീണ്ടും കുറച്ച് മസാല മുകളിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിനെ അടച്ചു വയ്ക്കാം. ലോ ഫ്ലെയിമിൽ ഇരിക്കട്ടെ. 5 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ കുരുമുളക് ചേർത്ത മുട്ടക്കറിയാണ്. തയ്യാറായി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.